പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ലിദാസിനൊരവസരം കൊണ്ട് തന്ന എൻ്റെ കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഇന്ന് കേൾക്കുന്ന വചനം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മത്തായിയുടെ സുവിശേഷം 5:14. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. ദൈവത്തിൻ്റെ മക്കളുടെ മേൽ വാഗ്ദത്തം കിടപ്പുണ്ട്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുന്നവരുടെ മേൽ ദൈവീയ വാഗ്ദത്തം കിടപ്പുണ്ട്. അത് ദീർഘക്ഷമയോടെ കാത്തിരുന്ന് പ്രാപിച്ച് ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണല്ലോ. ദൈവത്തിൻ്റെ വാഗ്ദത്തം ആദ്യം ലഭിച്ചത് അബ്രഹാമിനായിരുന്നു. ഭൂമിയിലുള്ള സകല ജാതികൾ നിന്നാൽ അനുഗ്രഹിക്കപ്പെടും എന്നായിരുന്നല്ലോ. സാത്താൻ അടച്ചു വച്ചിരിക്കുന്ന വാതിലുകൾ വിശ്വാസത്താൽ തുറന്ന് നന്മ അനുഭവിക്കാൻ ആഗ്രഹിക്കണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് വാഴ്ചകളെയും അധികാരങ്ങളെയും കീഴ്പ്പെടുത്തിയതിനാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഭൂതങ്ങളെ ഭയപ്പെടരുതെന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:5 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി കർത്താവ് വന്ന് പൈശാചിക തിന്മയെ കീഴ്പ്പെടുത്തി ആകാശത്തിലെ അധികാരത്തിൻ്റെ പ്രഭുവായ സാത്താനെയും അവൻ്റെ ദുഷ്ടാത്മസേനയെയും പരാജയപ്പെടുത്തി ആകാശമണ്ഡലത്തിലൂടെ സ്വർഗത്തിലേക്ക് പോയതോടെ കൂടി ദൈവമക്കളുടെ മേൽ സാത്താൻ അധികാരമില്ലല്ലോ. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്തി ആകാശമണ്ഡലത്തിലൂടെ സ്വർഗത്തിലേക്ക് പോയപ്പോൾ ദൈവമക്കളുടെ മേൽ സാത്താൻ അധികാരമില്ല എന്ന് വ്യക്തമായി ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5:8 കാർത്തികയും മകേരത്തെ സൃഷ്ടിക്കുകയും അന്ധതമസ്സിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ. യഹോവ എന്നാവുന്നു അവൻ്റെ നാമം. അവൻ കോട്ടയ്ക്ക് നാശം വരുവാൻ തക്കവണ്ണം ബലവാന്റെ മേൽ നാശം മിന്നിക്കുന്നു. നക്ഷത്ര സമൂഹത്തെയും കാർത്തിയെയും മകേരത്തെയും സൃഷ്ടിച്ച പ്രപഞ്ചത്തെ ഭരിക്കുന്ന സകലത്തിൻ്റെയും അധികാരിയായ യേശുവിൽ വിശ്വസിക്കുമ്പോൾ സാത്താൻ്റെ ശക്തി പരാജയപ്പെടും. സാത്താൻ്റെ അടിമത്തത്തിൽ കിടക്കുന്നവർക്ക് ഈ ഭൂമിയിൽ നന്മയെ അനുഭവിക്കുവാൻ ഒരു നാളും കഴിയുകയില്ല. എന്നും ലോകത്തിൻ്റെ സാത്താൻ അവരെ പീഡിപ്പിച്ച് തകർത്തുകൊണ്ടിരിക്കും. സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഒന്നു മാത്രം ആഗ്രഹിക്കുന്നു, മനുഷ്യൻ കഴിവതും നീതിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുക. അന്യായം മറ്റുള്ളവരോട് കഴിയുമെങ്കിൽ ചെയ്യാതെ ന്യായവും നീതി ചെയ്യുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ ദീർഘായുസ്സോടെ ജീവിച്ച് സമ്പത്ത് അനുഭവിച്ച്
സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയും. സകലത്തെ സൃഷ്ടിച്ച ദൈവം മനുഷ്യൻ നീതിയോടെ ജീവിച്ച് നന്മ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ ചെയ്യുന്ന ദുഷ്ടത കാരണം ദേശത്തുന്മൂലനാശം താമസിക്കാതെ സംഭവിക്കാൻ പോവുകയാണല്ലോ. പ്രത്യേകാൽ കൊറോണ കഴിഞ്ഞിട്ട് മനുഷ്യന് മാനസാന്തരമില്ല. കൊറോണ കഴിഞ്ഞപ്പോൾ മുതൽ മനുഷ്യൻ്റെ പണത്തിനു വേണ്ടി നിയന്ത്രണമില്ലാത്ത ഓട്ടമാണ്. എളിയവരെ പീഡിപ്പിച്ച് മനുഷ്യ സ്നേഹമില്ലാത്ത യാത്ര. ഈ ലോകത്തിൽ തിന്മയുടെ ശക്തി കൂടുമ്പോൾ വീണ്ടും ഉന്മൂലനാശത്തിനുള്ള മുന്നോടിയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ ഉഗ്രകോപം ഭൂമിയിൽ ചൊരിയുമ്പോൾ രോഗങ്ങൾ, ദുഃഖങ്ങൾ പെരുകുകയും സാത്താന്യ ശക്തി കൂടുവാനിടയായി തീരുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നീതിയോടെ നിൽക്കുന്ന ജനം ലോകത്തിൻ്റെ വെളിച്ചമായി മാറണമെന്ന് ഈ സമയം എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ദുഷ്ടചിന്തകളും ആഗ്രഹങ്ങളും മനസ്സിൽ നിന്ന് നീക്കി വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നവരെ വിടുവിക്കുക എന്ന ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകണം. മനുഷ്യൻ്റെ മനസ്സ് ദുഷ്ടത ചിന്തിക്കുന്നു. എല്ലാ ദുഷ്ടചിന്തകളും ആഗ്രഹങ്ങളും മനസ്സിൽ നിന്നാണ് വരുന്നത്. സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് മനസ്സോടെ പിശാചിനെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹം ഉണ്ടാകും. ഒരു മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സഭാപ്രസംഗി 7:3-12 പറയുന്നത് ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്നാണ്. ഒരു മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ എത്ര നാളുണ്ട്? 80 വർഷം വരെ വലിയ പ്രയാസമില്ലാതെ ജീവിക്കുവാൻ പറ്റും. പിന്നെ ക്ഷീണവും തളർച്ചയും വേദനയും ഒക്കെയായി മരണത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അതിനുള്ള ഒരുക്കമാണ്. നമ്മുടെ ഈ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ കഴിയുന്നിടത്തോളം 80 90 ഉള്ള വയസ്സ് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ചില നന്മകൾ നമ്മളിൽ കൂടി ഈ ഭൂമിക്ക് മാതൃകയാക്കി കാണിച്ചിട്ട് വേണം പോവാൻ. അതാ പറഞ്ഞ ലോകത്തിൻ്റെ വെളിച്ചമായി തീരണം. ഈ ഭൂമിയിൽ പൂർണ്ണമായി സംരക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സൂക്ഷ്മതയോടെ കാത്ത് നിരീക്ഷിക്കാൻ കർത്താവ് തൻ്റെ ദൂതന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സാത്താനിയ ശക്തിയെ അത് ഈ ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. മനുഷ്യ കണ്ണിനത് കാണുവാൻ കഴിയില്ല. അതിൽ നിന്ന് രക്ഷിക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. യേശുവിൻ്റെ രക്തം അത്ര ശക്തിയുള്ളതാണെന്ന് ഈ സമയം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയതാണ്. കാൽവറി ക്രൂശിൽ അവൻ്റെ അവസാനത്തുള്ളി രക്തം വരെ കൊടുത്താണ് വിശ്വസിക്കുന്നവരെ വിലയ്ക്ക് വാങ്ങിയത്. ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ദൈവത്തെ ഒരു നാളും
പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് പിശാചിന് പ്രസാദം വരും. ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരിൽ കൂടുതലും പൈശാചിക ശക്തിയായിരിക്കും വ്യാപരിക്കുന്നത്. അവർ എപ്പോഴും ദുഷ്ടത ചെയ്യുവാൻ ആഗ്രഹമുള്ളവരായിരിക്കും. എന്നാൽ ആത്മാവിൽ ആത്മീയമായും ദൈവത്തോട് ബന്ധമുള്ളവർക്ക് വിവേകവും ജ്ഞാനവും അറിവും ഉണ്ടാവും. അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവും. അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ ജീവിതം സന്തോഷിച്ച് ആസ്വദിച്ച് ജീവിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. അങ്ങനെയുള്ളവർ മറ്റുള്ളവർക്ക് നമ്മിൽ കൂടെ യേശുവിനെ കാണിച്ചു കൊടുത്ത് മരിക്കുവാൻ ആഗ്രഹിക്കും. അതാ പറഞ്ഞ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ ആഗ്രഹിക്കും. മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവം തന്ന ആയുസ് പൂർത്തീകരിച്ച് സമാധാനത്തോടെ ജീവിക്കണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ നല്ലൊരു ഹൃദയം ആവശ്യമാണ്. ദുഷ്ടത കൊണ്ട് ഒരിക്കലും ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയുകയില്ല. അത് വളരെ ബുദ്ധിമുട്ടും പ്രയാസവുമായിരിക്കും. ഈ ലോകത്തിൽ സാത്താനും അവൻ്റെ പ്രതിനിധികളുമായി യുദ്ധത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ കർത്താവിന് മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. സാത്താൻ്റെ പ്രതിനിധികളാണ് ഭൂതങ്ങൾ. ഈ ഭൂതങ്ങളാണ് മനുഷ്യനിൽ രോഗങ്ങളും വ്യാകുല ചിന്തകളും കൊണ്ടുവരുന്നത്. ഭൂതങ്ങൾക്ക് മനുഷ്യനെ രക്ഷിക്കാനല്ല, മനുഷ്യനെ നശിപ്പിക്കാനാണ് സാത്താൻ്റെ പ്രതിനിധിയായ ഭൂതങ്ങൾ ഈ ഭൂമിയിലുള്ളത്. പിശാചിൻ്റെ സ്വഭാവം എന്നത് ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യരെ നശിപ്പിക്കുക എന്ന ചിന്ത മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത് സാത്താൻ്റെ പ്രതിനിധികൾക്ക് ഒരിക്കലും മനുഷ്യരോട് സ്നേഹം ഉണ്ടാകുകയില്ല. അവരെ നശിപ്പിക്കുക എന്ന ഒറ്റൊരു ദൗത്യം മാത്രമേ സാത്താൻ്റെ പ്രതിനിധികളായ ഭൂതങ്ങൾക്കുള്ളൂ. ക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും നല്ല അറിവ് സമ്പാദിക്കുവാൻ ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ കഴിയുള്ളൂ. ദൈവം നമുക്ക് വേണ്ടി ക്രൂശിൽ തന്ന അനുഗ്രഹത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് നമുക്കുണ്ടാകണം. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എന്തിനു വേണ്ടി ആണ് യേശു മരിച്ചത്? മുള്ളും പറക്കാരെയും പിടിച്ചു കിടന്ന ജീവിതത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനാണ് യേശു മരിച്ചത്. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ നന്മ അടച്ച് വീണ്ടും മുള്ളും പറക്കാരെയും പിടിച്ച് അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന സാത്താൻ്റെ ശക്തിയെ തകർക്കാൻ വിശ്വാസത്തിൽ നമ്മൾ പോരാടണം. വീണ്ടും ഞങ്ങൾ മുള്ളും പറക്കാരെയും ശാപത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. യേശു ഞങ്ങളെ രക്ഷിച്ചത് ഞങ്ങൾ നന്മ അനുഭവിക്കുവാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ട് കിടക്കുന്നവന് ഒരിക്കലും ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ കഴിയില്ല. പരാജയപ്പെട്ട് ആത്മീയത്തിൽ സ്ഥിരതയില്ലാത്തവരുടെ കൂടെ നമ്മൾ ഒരിക്കലും പോകരുത്. അങ്ങനെയുള്ളവരെയാണല്ലോ
നമ്മൾ ചുറ്റും കൂടുതൽ കാണുന്നത്. 1 വർഷം അവിടെ പ്രാർത്ഥിച്ചു, 6 മാസം ഇവിടെ പ്രാർത്ഥിച്ചു, 2 വർഷം അവിടെ പോയി, ഒരു പ്രശ്നം വരുമ്പോൾ അഭിഷേകം കിട്ടുന്ന എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ ചുറ്റി നടക്കുകയാണ്. ഇനി കേരളത്തിന് വെളിയിലോ കേരളത്തിന് പുറത്തോ എവിടെയെങ്കിലും ശക്തി കുറയുമെന്ന് തോന്നുമ്പോൾ ഒരു ഉണർവ് പ്രാർത്ഥനയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കെട്ടടിക്കുന്ന പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ വീണ്ടും അങ്ങോട്ട് ഓടും. ആത്മീയത്തിൽ സ്ഥിരതയില്ലാത്ത മനുഷ്യന് ഒരിക്കലും ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ കഴിയില്ല. ആത്മീയത്തിൽ സ്ഥിരതയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ നിൽക്കുന്നവർക്ക് മാത്രമേ ലോകത്തിൻ്റെ വെളിച്ചമായി മാറുവാൻ കഴിയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ദൈവമാണ് നിങ്ങളുടെ ദൈവം. ഒരു മനുഷ്യൻ്റെ മധ്യസ്ഥയുടെ ആവശ്യമില്ല. നല്ലൊരു ഇടയന് കീഴ്പ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥിച്ചു നോക്ക്. ആദ്യം നിങ്ങളുടെ കുറവുകൾ മാറ്റ്, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്ക്. സത്യസന്ധതയോടെ നിൽക്കുന്ന വിശ്വാസികൾക്ക് നിശ്ചയമായിട്ട് പോരാട്ടമുണ്ടാവും. കഷ്ടതയും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവില്ല എന്ന് ചിന്തിക്കുക. സത്യസന്ധതയോടെ നിൽക്കുന്നവരിൽ കഷ്ടതകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ കിടക്കുന്നവർക്കാണ് കൂടുതൽ അനുഗ്രഹം ഉണ്ടാകുന്നത്. അവർ കഷ്ടതയുടെ നടുവിലും ആദ്യ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഉറച്ച സ്ഥിരതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. ഞങ്ങൾ വിളിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വചനത്തിൽ ഉറച്ച് സ്ഥിരതയോടെ നിൽക്കുന്നവരിൽ നിന്ന് ഒരു സമയം കഴിയുമ്പോൾ ശത്രു പരാജയപ്പെടും. ഒരു സമയം വരെയും മാത്രമേ ശത്രു നിങ്ങളുടെ നേരെ പോരാടി നിൽക്കുകയുള്ളൂ. യഥാർത്ഥ വിശ്വാസം സ്ഥിരതയാണ്. പിശാചിനെ എതിർത്ത് പ്രാർത്ഥിക്കുക. അസാധ്യമായതിനെ സാധ്യമാക്കി തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയുമല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ മടുത്തു പോവാതെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും കർത്താവ് നിശ്ചയമായിട്ടും പരിഹാരം തരും. ദാഹിച്ചിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ വാഗ്ദത്തം ലഭിക്കുക തന്നെ ചെയ്യും. രോഗം പിടിച്ച് തകർന്നു കിടക്കുന്നവർ സുവിശേഷം പറയാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകണമെന്ന് യേശു പറഞ്ഞുവെങ്കിൽ നമ്മൾ യേശുവിൽ നിന്ന് നന്മ അനുഭവിച്ചിട്ട് നമ്മളെ തന്നെ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. സാത്താൻ നമ്മുടെ കുതികാൽ തകർക്കാൻ ശ്രമിക്കുമ്പോൾ വിശ്വാസത്താൽ സാത്താൻ്റെ തലകളെ തകർക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. യേശു അടികൊണ്ട് അവൻ്റെ ശരീരം വികൃതമായത് കഷ്ടത സഹിച്ച് നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു. ദൈവം അതിനായിട്ടാണ് യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശു പിശാചിൻ്റെ കയ്യിൽ നമ്മളെ വീണ്ടെടുത്തു എന്ന ബോധ്യമുണ്ടെങ്കിൽ ദുഷ്ട പിശാച് എൻ്റെ നന്മയ്ക്കെതിരെ പോരാടാതെ വിട്ടുപോകുമെന്ന് പറയണം. എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ദുഷ്ട പിശാച് വിട്ടുപോ എന്ന് പറയണം. രോഗം, ദാരിദ്ര്യം, കഷ്ടത, ഏത് പ്രശ്നങ്ങളാണെങ്കിലും അത് മാറുന്നത് വരെ സ്ഥിരതയോടെ വിശ്വാസത്തോടെ പോരാടുക. പിശാച് നിശ്ചയമായും നിങ്ങളെ വിട്ടുപോകും. അത് വചനമാണ്. അപ്പോഴാണ് നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുന്നത്. നമ്മൾ യേശുവിനെ രുചിച്ചറിഞ്ഞവരായിരിക്കണം.
യേശുവിൽ വിശ്വസിക്കുന്ന മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് നിശ്ചയമായിട്ടും പരാജയപ്പെടും. നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാകാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് എടുത്ത കുരിശ് എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട. നമ്മൾ വിശ്വാസത്തോടെ പോരാടുക, ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ ആഗ്രഹിക്കുക. അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മളിൽ കൂടി ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുക. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ദാസൻ്റെ പ്രാർത്ഥന തീമതിലായി കോട്ടയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും.